ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ പ്രത്യേകിച്ച് നമ്മുടെ ലേഡീസിന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു വീഡിയോ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം നമുക്ക് ഈ പച്ചക്കറി അരിയാനും അതുപോലെ മാവ് കുഴയ്ക്കാൻ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യമാണ്, ഒട്ടും തന്നെ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സംഭവമായിരിക്കും. അപ്പോൾ അതിനൊക്കെ സഹായിക്കുന്ന ഒരു കിച്ചൺ ഉപകരണമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇത്തവണ ഞാൻ നാട്ടിലേക്ക് വരുമ്പം എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഫുഡ് പ്രോസസ്സറാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഞാനിതുവരെ ഫുഡ് പ്രോസസ്സർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്ന ഫുഡ് പ്രോസസ്സർ ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല. യു എയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തവണ നാട്ടിലേക്ക് വരുമ്പോൾ ഉമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാവ് കുഴയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉമ്മക്ക് വേണ്ടിയിട്ട് ഒന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ അൺബോക്സിങ് കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ അൺബോക്സിങ് വീഡിയോ ഞാൻ നാട്ടിലേക്ക് വന്ന പാടെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അതായത് ഒരു 3 ആഴ്ച മുമ്പ് എടുത്ത വീഡിയോ ആണ്. അപ്പോഴേ ഇതൊന്നും യൂസ് ചെയ്ത് നോക്കിയില്ല. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതുവരെ ഇത്രയും ലേറ്റായത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്തുള്ള ഉപകരണങ്ങൾ. പിന്നെ ഇത് സ്ലൈസ് ചെയ്യാനും ഗ്രേറ്റ് ചെയ്യാനുള്ള 2 ഡിസ്ക്കാണ്. അതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിനകത്തുള്ള ഉപകരണങ്ങളെല്ലാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഫുഡ് പ്രോസസ്സർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് കെൻവുഡിൻ്റെ 800 വാട്ട് വരുന്ന ഫുഡ് പ്രോസസ്സറാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലൊരു ടൂള് കാണാം. ഈ ടൂള് ഈ മെഷീൻ്റെ അകത്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാത്തിനും ആവശ്യമുണ്ട് കേട്ടോ. ഈ ടൂള് ഇങ്ങനെ വെച്ച് കൊടുക്കാനുണ്ട്, എന്നാലേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ബൗൾ എടുത്തിട്ട് ഈ ടൂളിനകത്തൂടെ ഇങ്ങനെ ഇറക്കി കൊടുക്കണം. അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇവിടെ ചോപ്പ് ചെയ്യാൻ പോവാണ്. ഇതുപോലെ ഒരു സേഫ്റ്റി ലോക്ക് ഉണ്ട്. ആ ലോക്ക് നന്നായിട്ട് അവിടെ ടൈറ്റ് ആയാൽ മാത്രമേ നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അത് ഓൺ ആവുള്ളൂ കേട്ടോ. ഇനി ഞാനിത് ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നൈഫ് ബ്ലേഡാണ് എടുത്തിട്ടുള്ളത്. ഈ ബ്ലേഡ് ഇതുപോലെ ആ ടൂളിൻ്റെ അകത്തൂടെ ഇങ്ങനെ ഇറക്കി കൊടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ചോപ്പ് ചെയ്യാനുള്ള ബ്ലേഡാണ് കേട്ടോ. ഇവിടെ ഈ ഒരു പ്രോസസ്സർ കൊണ്ടുവന്ന ശേഷം എല്ലാം ഇതിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് ഉള്ള ഒരു സവോള ഇങ്ങനെ 4 കഷ്ണാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 8-10 സവോള എടുത്തിട്ടുണ്ട്. നമ്മൾ സവോള നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇത് ഇതിൻ്റെ മുകളിൽ ഇടാനുള്ള ലിഡാണ്. അപ്പോൾ ലിഡ് നമ്മൾ വെച്ച് കൊടുക്കുമ്പം ഇതുപോലെ വെച്ചിട്ട് അവിടെയുണ്ട് ഒരു സേഫ്റ്റി ലോക്ക്. അപ്പോൾ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാവും അവിടെ ഒരു ലോക്ക് കുടുങ്ങാനുണ്ട്. അങ്ങനെ ലോക്ക് നന്നായിട്ട് ടൈറ്റ് ആയാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. ഇനി ഈ ഒരു പുഷർ വെച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഇതിൻ്റെ കൂടെയുള്ള ബുക്ക്ലെറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടൈമിങ്ങും അതുപോലെ തന്നെ ഏത് സ്പീഡിലാണ് നമ്മളിത് വർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഞാൻ കോമൺ ആയിട്ട് ഒരു സ്പീഡിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതിൽ കൂടുതലായിട്ട് സ്പീഡ് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പം സവോള കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ തക്കാളിയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഒരു തക്കാളി ഒരു 4 പീസാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ബിരിയാണിയിലേക്കുള്ള സാധനങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ അത് ചെയ്തെടുക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ബാക്കി കാണിക്കുന്നുണ്ട് കേട്ടോ, എല്ലാം കാണിക്കുന്നുണ്ട്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ലിഡ് ക്ലോസ് ചെയ്യുക, സേഫ്റ്റി ലോക്ക് ചെയ്യണം. എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ ഒരു സ്പീഡിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക. ഞാൻ തക്കാളി നല്ല ഫൈനായിട്ട് എടുത്തിട്ടുണ്ട്, എന്നാലേ പെട്ടെന്ന് നമ്മൾ ബിരിയാണിയിലേക്കൊക്കെ പെട്ടെന്ന് റെഡിയാക്കി കിട്ടുള്ളൂ. പിന്നെ ഇതുപോലെ സെപ്പറേറ്റ് ബൗളിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ ആദ്യം ബ്ലേഡ് മാറ്റണം, എന്നിട്ട് വേണം വേറെ ബൗളിലേക്ക് മാറ്റാൻ കേട്ടോ. ഞാൻ ബ്ലേഡ് വീണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോവാണ്. അതും നേരത്തെ ചെയ്ത പോലെ തന്നെ ലിഡ് നന്നായിട്ട് ക്ലോസ് ചെയ്തെടുക്കുക. എന്നിട്ട് സ്പീഡ് 1 ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ബാക്കിലേക്ക് പൾസ് ചെയ്ത് കൊടുത്താലും മതി. നന്നായിട്ട് ചതച്ചെടുത്തിട്ടില്ല, വെള്ളമൊന്നും ഒഴിക്കാതെയാണ് ഇങ്ങനെ നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ.
അപ്പോൾ ഇതുപോലെ ആദ്യം ബ്ലേഡ് മാറ്റണം, എന്നിട്ട് വേണം അതെടുത്ത് മാറ്റാൻ കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ഫൈനായിട്ട് കിട്ടും. അപ്പോൾ വീണ്ടും നമ്മൾ ബ്ലേഡ് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് മല്ലിയില, പുതിനയില ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഈ സാധനം കൊണ്ടുവന്നതിന് ശേഷം മൊത്തം ഇതിൽ തന്നെയാണ് ചെയ്യുന്നവർ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഏതായാലും ബിരിയാണി ഉണ്ടാക്കുകയാണ്, ഇതൊക്കെ ചെയ്യണം എന്തായാലും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊക്കെ കാണിക്കുന്നത് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഞാനിതുവരെ ഈ ഫുഡ് പ്രോസസ്സർ വാങ്ങിക്കാത്തതിൻ്റെ ഒരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ സ്ഥലം മുടക്കായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം വേണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ ഇത്രയും ഉപയോഗങ്ങൾ അറിഞ്ഞപ്പോൾ, അതും വെറും 5 മിനിറ്റിൽ നമ്മളിതെല്ലാം ചെയ്തെടുത്തത്. പെട്ടെന്ന് തന്നെ ഒരു ബിരിയാണിയിലേക്കുള്ള എല്ലാ സാധനങ്ങളും റെഡിയായി കിട്ടി. അപ്പോൾ ഭയങ്കര ഉപയോഗമാണ്. അപ്പോൾ ഞാനെന്തായാലും വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെയുള്ള ഈ സ്ലൈസിങ്ങിനും ഗ്രേറ്റിങ്ങിനുമുള്ള ഈ ഡിസ്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ സ്ലൈസിങ്ങിൻ്റെ ഡിസ്ക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അത് തിരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റിങ്ങിൻ്റെ ഡിസ്ക് ആവട്ടോ. ഇതിപ്പോൾ സ്ലൈസിങ്ങിൻ്റെ മൂർച്ചുള്ള ഭാഗം വെച്ച് കൊടുക്കുക കേട്ടോ. അതും ഇതിന് നേരൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ലിഡ് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഫീഡ് ട്യൂബിലൂടെ വേണം നമ്മൾ സവോള ഇട്ട് കൊടുക്കാൻ. അപ്പോൾ സവോള സ്ലൈസ് ചെയ്യുന്ന ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആ സവോള കട്ട് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും കേട്ടോ അത് നന്നായിട്ട് സ്ലൈസ് ചെയ്ത് കിട്ടാനൊക്കെ. എന്നിട്ട് ഈ പുഷർ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അപ്പോഴേ അവിടെ സ്പീഡ് ബട്ടൺ പ്രസ് ചെയ്യുവാനും കേട്ടോ. രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യണം. ഇതുപോലെ സവോള ഞാനിപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പുഷർ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്പീഡ് ബട്ടൺ ഓണാക്കുകയും ചെയ്യണം. ചെറിയ സവോളയൊക്കെ ആണെങ്കിൽ നല്ല റൗണ്ടായിട്ട് സ്ലൈസ് ചെയ്ത് കിട്ടും. നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടതുകൊണ്ട് നമ്മൾ വെക്കുന്ന ആ ഒരു രീതിയിലനുസരിച്ചിരിക്കും ഈ സവോള സ്ലൈസ് ചെയ്ത് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ സവോള നല്ല ഫൈനായിട്ട് സ്ലൈസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല ഭംഗിയിലൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോഴും അതുപോലെ ആ ഫീഡ് ട്യൂബിനകത്ത് ഇട്ട് കൊടുക്കുമ്പോഴൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടും. നല്ല റൗണ്ടായിട്ട് കിട്ടണമെങ്കിലൊക്കെ ആ ഒരു ഷേപ്പിൽ തന്നെ ഇട്ട് കൊടുക്കുക നല്ല വൃത്തിയിൽ. ഇനി ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഗ്രേറ്റിങ്ങിൻ്റെ ഓപ്ഷനാണ്. അപ്പോൾ ഗ്രേറ്റിങ്ങിന് നമ്മളിപ്പോൾ ഈ ഒരു സ്ലൈസിങ് ഓപ്ഷൻ അപ്പോൾ അവിടെ വർക്ക് ചെയ്യില്ല. ഈ ഗ്രേറ്റിംഗ് ഓപ്ഷൻ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. 2 വശമാണ് കേട്ടോ. ഇതിൻ്റെ 2 വശമാണ് ബ്ലേഡ് ഉള്ളത്. ഒരു വശത്ത് സ്ലൈസിങ്ങും ഒരു വശത്ത് ഗ്രേറ്റിങ്ങും ആണ്. ഞാൻ ഗ്രേറ്റിങ്ങിൻ്റെ അത് അവിടെ ഡിസ്ക് അവിടെ വെച്ച് കൊടുത്തിട്ട് വീണ്ടും സേഫ്റ്റി ലോക്ക് കൊണ്ട് ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് അങ്ങനെ വെച്ച് കൊടുത്തിട്ട് പുഷർ കൊണ്ട് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഈ നമ്മൾ സ്പീഡും ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ക്യാരറ്റൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ നന്നായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിലാണ് നല്ല കറക്റ്റായിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മൾ വെച്ച് കൊടുക്കുന്നതിനനുസരിച്ചിരിക്കും. ഞാൻ ചെറുതായിട്ട് ബീട്രൂട്ടും കൂടി കാണിച്ചു തരാം. സെയിം അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ നല്ല ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ ഗ്രേറ്റിങ്ങിന് 3 ഇതുണ്ട്, ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ഇഷ്ടമുള്ളത് വലിയതാക്കി ഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ഓപ്ഷന് അങ്ങനെ ഈ ഒരു ഇതിന് നേരെ വെച്ച് കൊടുക്കണം. ഈ ഒരു ഹാൻഡിലിന് നേരെ വെച്ച് കൊടുക്കണം. എന്നിട്ട് വേണം അത് ലോക്ക് ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത് വലിയ ബ്ലേഡാണ്, സ്ലൈസിങ് ബ്ലേഡാണ്. സ്ലൈസിങ് ബ്ലേഡിൽ കുക്കുംബർ സ്ലൈസ് ചെയ്തെടുക്കുകയാണ്. കുറച്ച് വലിയ ബ്ലേഡിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ സൈസിലാണ് കിട്ടുന്നത്. അപ്പോൾ കുക്കുംബർ അതിൻ്റെ ഈ ഫീഡ് ട്യൂബിൽ കൊള്ളുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ കേട്ടോ. അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. ചെറിയ കുക്കുംബർ ആണെങ്കിൽ കുഴപ്പമില്ല, നേരെ നമുക്ക് ഒരു കുക്കുംബർ ഒന്നാകെ നമുക്ക് കട്ട് ചെയ്യാതെ വെച്ച് കൊടുക്കാം. വലിയ കുക്കുംബർ ആണെങ്കിൽ 2 എണ്ണാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ നല്ല സ്ലൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരേപോലത്തെ സ്ലൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ക്യാരറ്റും ഇതുപോലെ സ്ലൈസ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റിൻ്റെ ഷേപ്പ് കണ്ടോ, നല്ല ഷേപ്പുള്ള ക്യാരറ്റാണെങ്കിൽ നല്ല രീതിയിൽ കിട്ടും. നമ്മളിപ്പോൾ വെച്ച് കൊടുക്കുന്ന രീതിയും ആ ഒരു ഷേപ്പൊക്കെ നോക്കിയിട്ട് വേണം ആ ഒരു ഇതിൻ്റെ എന്താ പറയുക ആ ഒരു ഭംഗി നോക്കാൻ കേട്ടോ. സ്ലൈസ് ചെയ്ത് എടുക്കുന്നതിൻ്റെ പല ഷേപ്പിലുള്ള ക്യാരറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് സ്ലൈസ് ചെയ്ത് കിട്ടുമ്പോൾ പല ഷേപ്പിലും കിട്ടുന്നത്. ഇനി അടുത്ത ടൂൾ എന്ന് പറയുന്നത് സിട്രസ് ജ്യൂസറാണ്. അത് ഈ സീവ് വെച്ച് കൊടുത്തിട്ട് സീവ് നന്നായിട്ട് ലോക്ക് ചെയ്തെടുക്കണം. ഇനി അതിൻ്റെ മുകളിൽ ഈ കോൺ വെച്ചിട്ട് അതും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് ടൈറ്റ് ആവണം കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ഓറഞ്ച് അല്ലെങ്കിൽ മുസമ്പി കട്ട് ചെയ്തിട്ട്
ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് സ്പീഡ് ഓൺ ചെയ്യുക. ഞാൻ സ്പീഡ് 1-ലൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കൈ മുറിയെന്നുള്ള പ്രശ്നമൊന്നുമില്ല, കാരണം ബ്ലേഡൊന്നുമില്ല. അതിന് മുകളിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് കിട്ടും. ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാത്ത, പഞ്ചസാര ഒന്നും ചേർക്കാത്ത നല്ല ഫ്രഷ് ജ്യൂസ്. പിന്നെ എടുക്കുമ്പോഴും അതേപോലെ തന്നെ സീവും ആ കോണും എടുത്ത് മാറ്റണം. എന്നിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. പിന്നെ ബാക്കിയുള്ള ജ്യൂസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേറൊരു ജാറുണ്ട്, അതൊരു എക്സ്ട്രാ ജാറുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ മാവ് കുഴയ്ക്കാനൊക്കെ ഉള്ള ആ ഒരു ബ്ലേഡാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്ലേഡ് വെച്ച് കൊടുത്ത ശേഷമാണ് ഞാൻ ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ബ്ലേഡ് വല്ലാണ്ട് ഷാർപ്പായിട്ടുള്ള ബ്ലേഡല്ല, ടൂളാണ്, ഡോ ടൂളാണ്. അപ്പം പിന്നെ അതിൻ്റെ അകത്തേക്ക് പൊടി പോവാതിരിക്കാൻ നോക്കുക. പിന്നെ ആട്ടപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മൈദപ്പൊടിയാണ് ഇപ്പോൾ കുഴച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. 2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും കുഴച്ചെടുക്കരുത് കേട്ടോ, ഒരൊറ്റ ടൈമിൽ, കാരണം നമ്മുടെ ജാറിൻ്റെ സൈസും കൂടി നോക്കണം. അതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഫിറ്റ് ചെയ്യും വേണം കേട്ടോ. ഈ ബ്ലേഡ്, ഈ ഡോ ടൂള് നമ്മൾ നന്നായിട്ട് അവിടെ പ്രസ് ചെയ്ത് കൊടുക്കും വേണം. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ, സാധാ വെള്ളം കേട്ടോ, ചൂടുവെള്ളം ഒന്നുമല്ല, സാധാ വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇനി നമുക്ക് ലിഡ് വെച്ചിട്ട് നന്നായിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ പുഷർ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം, പൊടി തെറിക്കാതിരിക്കാൻ വേണ്ടി. ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്ത് കൊടുക്കാം. സ്പീഡ് 1-ലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ നന്നായിട്ട് പൾസ് ചെയ്ത് കൊടുത്തിട്ട് കുറേശ്ശെ ഈ ഫീഡ് ട്യൂബിലൂടെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരുപാട് നേരം വെച്ചിട്ട് നമ്മളിങ്ങനെ മാവ് കുഴച്ചെടുക്കരുത്, ബ്ലേഡ് പൊട്ടിപ്പോവും. അതുപോലെ തന്നെ വലിയ ഹൈ സ്പീഡിലൊന്നും വെച്ച് ചെയ്യരുത്. പിന്നെ അതുപോലെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കയ്യിൽ കുറച്ച് നെയ്യ് അല്ലെങ്കിൽ എണ്ണ, ഞാനിപ്പോൾ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തിനാണോ മാവുള്ളത് അതിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടിയ ശേഷം ഇതുപോലെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് എത്ര പെട്ടെന്ന് റെഡിയായി കിട്ടിയത്. 1 മിനിറ്റൊക്കെ മതി, 1 മിനിറ്റ് വേണ്ട ആവശ്യമില്ല. ഒരു 30 സെക്കൻഡിനകത്തൊക്കെ നമുക്ക് നന്നായിട്ട് മാവ് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഈ ജാറിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കഴുകിയെടുക്കാനും പറ്റും. വല്ലാണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ കഴുകാൻ. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി, ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു റിവ്യൂ ചെയ്തത് തന്നെ. അപ്പോൾ നിങ്ങൾ ഏത് ഫുഡ് പ്രോസസ്സർ യൂസ് ചെയ്യുകയാണെങ്കിലും ഇതുപോലത്തെ ഓപ്ഷൻസൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. പ്രത്യേകിച്ച് മാവ് കുഴയ്ക്കുന്നത് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ സവാള അരിയാനൊക്കെ വളരെ ഈസി ആയിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഇനിയും 1-2 ടൂൾസും കൂടി ഉണ്ട് ഇതിൻ്റെ കൂടെ. ഇതാണിപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസ്, അതുകൊണ്ടാണ് ഇത് മാത്രം കാണിച്ചത്. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാനുള്ള ടൂൾസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ 5 lakh സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞാനൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഇൻക്ലൂഡ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു 5 സെക്കൻഡ് വീഡിയോ എനിക്ക് അയച്ചു തരാം. നിങ്ങൾക്ക് എന്നോട് എന്താണോ പറയാനുള്ളത് അതൊരു 5 സെക്കൻഡ് വീഡിയോ ആയിട്ട് എനിക്ക് അയച്ചു തരേണ്ട വാട്സപ്പ് നമ്പർ ഞാൻ ഇതിന് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെ മുമ്പത്തെ വീഡിയോയിൽ ഒരുപാട് പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോ ഇന്നത്തേത് കുറച്ച് ലെങ്തി ആയതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഹായ് പറയാം കേട്ടോ എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു.